പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ കഥയിൽ ആദ്യം കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ആ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിക്കും എന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും അർത്ഥം വെച്ച് പഠിക്കാത്തത് കാരണമാണ് നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തത്. കുറേ അർത്ഥം വെച്ച് നമ്മളിങ്ങനെ പഠിച്ചൊരു പാരഗ്രാഫ് വായിക്കുക, ഏകദേശം അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആദ്യം ചോദ്യങ്ങൾ അർത്ഥം വെക്കാൻ വയ്ക്കണം. ശരിയല്ലേ? ചോദ്യങ്ങൾ അർത്ഥം വെക്കാൻ വയ്ക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉത്തരം. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ ഞാൻ ഇടുന്നത്. ഞാനിതാ ഈ ഒരു സെക്ഷൻ ഞാൻ ഇട്ടതിന് ശേഷം നാളെ നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ഞാൻ ഓരോ പാരഗ്രാഫുകളും അർത്ഥം വെപ്പിക്കും. ഓരോ കുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അർത്ഥം വെപ്പിക്കുകയും ചെയ്യുക. അപ്പം നിങ്ങൾ ശരിക്ക് നമ്മൾ പറയുന്ന ക്ലാസ്സുകൾ ശരിക്കും ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താവുക, വീണ്ടും അതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അതിങ്ങനെ അർത്ഥം വെച്ച് നോക്കുക. അങ്ങനെ അർത്ഥം വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് ശരിക്കും ഇങ്ങനെ പഠിക്കുക. നോക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ളതാണ്, അല്ലെ? എ റോബോട്ട് വിത്ത് എ വൈറസ്. എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇതാ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ അർത്ഥം വെച്ച് ഓരോ പാരഗ്രാഫുകൾ ശരിക്കും പഠിക്കണം കേട്ടോ. ഫുള്ള് ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ തീർക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതില്ലേ. നോക്കിയൊക്കെ നമുക്ക്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. നല്ല പ്രകാശമുള്ള നല്ല വെയിലുള്ള ഒരു പ്രഭാതം. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്. തെരുവുകളിൽ ഈ പറയപ്പെടുന്ന ശക്തമായ വൈബ്രന്റ് എന്നൊക്കെ പറഞ്ഞാൽ കട്ടി കൂടിയ ഗോൾഡൻ സൺലൈറ്റ്. ഗോൾഡൻ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം തെരുവ് വീതികളിലൂടെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശപൂരിതമായ ഒരു പ്രഭാതം. ഇറ്റ് കാസ്റ്റ് വാം വ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വീടിന്റെ മുകളിൽ അത് പല നിറത്തിലുള്ള വർണ്ണങ്ങളായി തെളിഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാൽ വീടുകളുടെ മുകൾ ഭാഗത്തേക്കൊക്കെ സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റീഫ്രഷിങ്. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ തണുത്തത് എന്നുള്ള അർത്ഥമൊക്കെ വരുന്നത് കേട്ടോ. ദ എയർ വാസ്, അവിടെ പ്രഭാതത്തിൽ ഉണ്ടാകുന്ന ആ എയർ, ആ വായു, ക്രിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീഫ്രഷ്മെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. റീഫ്രഷിങ് ഒക്കെ ആയിട്ടുള്ള നല്ല തണുത്ത ഒരു പ്രഭാതം കൂടിയാണ്. സംഗതി നല്ല നല്ല വെയിലുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള എയർ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പ്രഭാതം. ഇനി നമ്മൾ കഥയിലെ നമ്മളുടെ കഥാപാത്രത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ദ സൺബീം. സൺബീം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ ആ രശ്മി ഉണ്ടല്ലോ, ആ റേ, അതാ പറയുന്നത്. സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം. റിക്കി എന്ന് പറയുന്നതാണ് നമ്മളുടെ കഥാപാത്രം. റിക്കീസ് റൂം എന്ന് പറഞ്ഞാൽ റിക്കിയുടെ റൂമിലേക്ക് പീപ്ഡ്, എത്തി നോക്കി. ആരാണ് എത്തി നോക്കണത്? സൂര്യപ്രകാശം എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം നേരെ ആരുടെ റൂമിലേക്ക് വരികയാണ്? നമ്മളുടെ റിക്കിയുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റിലൂടെയാണ് കടന്നു വരുന്നത്. സ്കൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ്. നമ്മളുടെ പഴയ വീടുകളുടെ ഒക്കെ ഓടുകൾ ഉണ്ടാവും അല്ലെ. ഇത് പഴയ വീടൊന്നും അല്ല കേട്ടോ. എന്നിരുന്നാൽ പോലും ഈ വീടുകളുടെ മേലെ വെളിച്ചം ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ചില്ലിന്റെ ഒരു സംഭവം വെക്കലുണ്ട് മേൽഭാഗത്ത്. അതിനാണ് സ്കൈലൈറ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ആ സ്കൈലൈറ്റിലൂടെ സൂര്യപ്രകാശം നേരെ റിക്കിയുടെ റൂമിലേക്ക് വരികയാണ്. റിക്കി എന്താ റൂമിൽ കാട്ടുന്നത്? ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഓൻ അപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്, ബെഡിൽ കിടക്കുകയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആര് എന്ന് പറയുന്നത്? 11 വയസ്സുള്ള കുട്ടിയാണ് നമ്മളുടെ കഥാനായകനായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള റിക്കി എന്ന് പറയുന്ന കുട്ടി. ഓക്കെ ആണോ? ഫസ്റ്റത്തെ പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഇനി ഇത് ഒരിക്കൽ കൂടി വേണം എന്നുള്ള ആൾക്കാർ ഒന്ന് ബാക്ക് കടിക്കുക, എന്നിട്ട് അത് കേൾക്കുക, അങ്ങനെ കേട്ട് പഠിക്കുക. അതിനുശേഷം എന്താണ് അടുത്ത പാരഗ്രാഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. റിക്കി താമസിക്കുന്നത് ലവ്ലി, സ്നേഹം നിറഞ്ഞ വളരെ സ്നേഹാവൃതമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു വീട്, നമ്മളുടെ ഒക്കെ വീട് എങ്ങനെയൊക്കെ ആകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളുള്ള വളരെ മനോഹരമായ വലിയൊരു വീട്, അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ മനോഹരമായ വലിയൊരു വീട്ടിലാണ് ആര് താമസിക്കുന്നത്? റിക്കി താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ സാധനങ്ങളൊക്കെ കിട്ടുന്ന വീട്ടിലാണ് ആര് താമസിക്കുന്നത് എന്നാ പറയുന്നത്? റിക്കി താമസിക്കുന്നത് എന്നാ പറയുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ ഓന്റെ ഹാബിറ്റിൽ അവൻ സ്ലോവൻലി ആണ്. സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധവാനാണ്, തീരെ ശ്രദ്ധല്ല എന്ന് പറഞ്ഞാൽ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഓന്റെ കാര്യത്തിൽ ഓനക്ക് എന്തില്ല? ഒരു ശ്രദ്ധയും ഓനക്കില്ല. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ആൾ ഓവർ ദ പ്ലേസ്. ഓന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ബദറിയും കൊണ്ടാ
നമ്മളുടെ കൂട്ടത്തിലും പല കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ട് അല്ലെ. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ബാഗ് കറക്റ്റ് ഏറുണ്ട്, എവിടുക്കാ പോണത് എന്നും കൂടി നോക്കൂല. നമ്മൾ എന്നിട്ട് നേരെ അടുക്കളയ്ക്ക് റോട്ടായിരിക്കും അങ്ങനത്തെ കൂടെ. അതേപോലെ തന്നെ ഓൻ ഈ ജസ്റ്റ് ത്രൂ, ഓൻ വലിച്ചെറിയും. ത്രൂ എന്ന് പറഞ്ഞാൽ എറിയും. ഹിസ് ബിലോങ്ങിങ്സ്, ഓന്റെ വസ്തുക്കൾ. ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ ഓന്റെ വസ്തുക്കള്. ആൾ ഓവർ ദ പ്ലേസ്, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിച്ചെറിയും. ഓന്റെ റൂം നോക്കിയേക്കാം, ചിത്രത്തിൽ കാണുന്നില്ലേ അല്ലെ. വാട്ട് എ ബ്യൂട്ടിഫുൾ റൂം അല്ലെ. നോക്കിയേക്കാം നമുക്ക്. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ആൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. നമ്മളുടെ ഒക്കെ വീട്ടിലുള്ള പോലെ തന്നെ ഓന്റെ എല്ലാ പരന്നു കിടക്കുന്ന സാധനങ്ങളും എടുത്തു വെക്കാൻ അവിടെ ആരാണ് കടന്നു വരിക? അവന്റെ അമ്മയാണ് കടന്നു വരിക എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നാളെ ഒരു പക്ഷെ ആർക്കായിരിക്കും ഈ പാരഗ്രാഫ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല. ആർക്കും വരാം. ഒന്നും അർത്ഥം വെച്ചിട്ട് എനിക്ക് ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ഓവറോൾ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരായിരിക്കണം എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നോക്കിയാൽ നമുക്ക് അടുത്തത് എന്താ സംഭവിക്കണം എന്നുള്ളത്. റിക്കിയുടെ അമ്മയെ പറ്റിയിട്ട് അടുത്ത പാരഗ്രാഫിൽ പറയണത്, ഹിസ് മദർ, അവന്റെ അമ്മ, റിക്കിയുടെ അമ്മ, ഹൂ വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, അവിടെ അടുത്തുള്ള ഒരു ബാങ്കത്തെ മാനേജർ ഒക്കെയാണ് അവന്റെ അമ്മ. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്, ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ പോകുന്നതാണ് അവന്റെ അമ്മ. ഷീ ആൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി, അവന്റെ അമ്മയുടെ പ്രധാനപ്പെട്ട ജോലി അതാണെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ജോലിയാണ് എന്ത് എന്ന് പറയുന്നത്? റിക്കിയെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ഒരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. കുട്ടികൾ 11 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരൊക്കെ നിങ്ങളുടെ പ്രായമാണ്. ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചൊക്കെ പക്വതൊക്കെ വരേണ്ട ഒരു പ്രായമായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ റിക്കിക്ക് അതില്ല. നമ്മളെ ക്ലാസ്സിലുള്ള പല കുട്ടികളെയും പോലൊക്കെ തന്നെയാണ് ആരെ കഥ എന്ന് പറയുന്നത്? റിക്കിയുടെ കഥ. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അമ്മ പറയാണ് റിക്കിയോട് എപ്പോഴും പറയണത്, റിക്കി എന്റെ സ്കൂൾ ബാഗ് ഇതൊന്ന് എന്റെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെക്ക്, സ്റ്റഡി റൂമിലൊന്ന് കൊണ്ടുപോയി വെക്ക്, അത് അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചെറിയല്ലേ റിക്കി എന്ന് പറയുന്നുണ്ട്. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. അടാ എന്റെ ആ ഡ്രസ്സ് അവിടെ കൂടി ഇവിടെ കൂടെ അതൊന്ന് ആ വാഷിംഗ് മെഷീനിൽ ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കിയേക്കാ എന്ന് അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് പറയും. നമ്മളോടും പറയാറുണ്ട് അതുപോലെ അല്ലെ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. എന്റെ ചോറ്റും പാത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുപോകുന്ന ആ ബോക്സ്, ടിഫിൻ ബോക്സ്, അതൊന്ന് മോറി വെച്ചോക്കാ, ഒന്ന് കഴുകി വെച്ചോക്കാ, ഒന്ന് വൃത്തിയാക്കി വെച്ചോക്കാ എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയും. റിക്കി അയൺ യുവർ ടീഷർട്ട്, എന്റെ ടീഷർട്ട് ഒന്ന് ഇസ്തിരിടടാ എന്നിങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും മോ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യാറില്ല. ഇതൊക്കെ ആര് ചെയ്യിപ്പിച്ചിട്ട് വേണം മോനെ കൊണ്ട്? അമ്മ. എന്നാ ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കോ? ഇല്ല, കുറേ വട്ടം പറയണം. എന്നിട്ട് നോക്കിക്കോട്ടോ, ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ഇതൊക്കെ ഇസ്തിരിടാനാ പറയുന്നത്. ആൻഡ് സോ ഓൺ, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കണം. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. നോൻ കേൾക്കോ? ഇല്ല, ഓൻ ആ സമയത്ത് കൈ കൂടെ കളിച്ചിങ്ങനെ നടക്കായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ഈ പാരഗ്രാഫിന്റെ അർത്ഥം വരുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക. റിക്കി ഡിഡ് നോട്ട് ഹെൽപ്പ് മച്ച് അറൌണ്ട് ദ ഹൗസ്. ഓന് വീടിന്റെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, സഹായിക്കാൻ ആരുടെ കൂടെയും കൂടാറില്ല. ഓന്റെ കളികൾ കളിച്ചങ്ങനെ നടക്കായിരിക്കും ചെയ്യാം. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരന്റ്സ് വെൻ ദേ ബ്രോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. ഒരു ദിവസം ഓൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഓനൊന്നല്ല, ഓന്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അത്ഭുതപ്പെട്ടു പോവാണ്. ഓന്റെ വീട്ടിൽ ഓന്റെ അമ്മയും അച്ഛനും ഓനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 3 ആൾക്കാരും അത്ഭുതപ്പെട്ടു പോവാണ് ഒരു ദിവസം. എന്താ കാരണം എന്നറിയോ? ഓന്റെ അമ്മയും അച്ഛനും ഒരു ദിവസം എന്ത് വാങ്ങിയിട്ടുണ്ട്? ഒരു റോബോട്ടിനെ. ആ റോബോട്ടിന്റെ പേര് ബട്ട്ലർ എന്നുള്ളതാണ്. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാല് റോബോട്ടിന്റെ പേരായിരിക്കണം. റോബോട്ട്, ബട്ട്ലർ റോബോട്ട്, റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട്. ആ റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, അതിനെ കണ്ടപ്പോ എന്താ അച്ഛനും അമ്മയെ വാങ്ങിക്കുന്നത്, പക്ഷെ അതിന്റെ ആക്ടിവിറ്റികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഓരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, ഇവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് നേരെ വന്നു കേട്ടോ. അതിനാണ് കൊടുന്നു, വീട്ടിലേക്ക് കൊടുന്നിക്കാണ്. ആ കൊടുന്ന സമയത്ത് ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ആൾക്കാരോട് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മനുഷ്യനല്ലല്ലോ, ഒരു മെഷീനല്ലേ റോബോട്ട് എന്ന് പറഞ്ഞാല്. ഈ റോബോട്ട് നേരെ അതിനെ കൊടുന്ന് ഇറക്കി വെച്ചോട് കൂടെ അത് നേരെ അതിന്റെ പണിക്കാണ് പോലെ തുടങ്ങി. എന്തൊക്കെയാ അതിന്റെ പണി ചെയ്യണത്? വീട്ടിൽ വന്നൊക്കെ എന്തൊക്കെയാ ചെയ്യണത്? അത് കുക്കിംഗ്, ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നു. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയാക്കാൻ പോകുന്നു. ആൻഡ് അയണിങ് എന്ന് പറഞ്ഞാല് ഡ്രസ്സുകളൊക്കെ ഇസ്തിരിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. ഈ പണിയൊക്കെ കഴിഞ്ഞാലും ആരെ പണി കഴിയൂല? റിക്കിന്റെ സാധനങ്ങൾ പെറുക്കുക എന്ന് പറയുന്ന ആ ജോലി കഴിയൂല. അത്രക്ക് വലിയ ജോലിയാണ് എന്തെന്ന് പറഞ്ഞാല് റിക്കിയുടെ സാധനം എല്ലായിടത്തും കൂടി പരത്തി കിടക്കായിരിക്കും റിക്കി. എന്താ അതിന്റെ അർത്ഥം നോക്കിയേക്ക? ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. നിലത്ത് പരന്ന് കിടക്കുന്ന റിക്കിയുടെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആരെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഡ്രസ്സ് 3 ആൾക്കാർക്കുള്ളത് ഇസ്തിരിട്ടാൽ മതി, 3 ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്താൽ മതി.
പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റിക്കിയുടെ സാധനങ്ങൾ നോക്കണോടത്ത് കൂടെ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പെറുക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് എന്നാ പറയുന്നത്. അടുത്ത ഭാഗത്തൊക്കെ നമുക്ക് പോവാം. ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസത്തില്, വെൻ ഹി വെന്റ് ടു സ്ലീപ്പ്, ഓൻ ഉറങ്ങാൻ പോയപ്പോ, ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്റ്റർ സ്റ്റേജ് ആസ് യൂഷ്വൽ. അവന്റെ ബെഡ്റൂം സാധാരണ പോലെ തന്നെ വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുകയായിരുന്നു. വൃത്തിഹീനം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത രൂപത്തിൽ അവന്റെ എല്ലാ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ഓരോരോ സാധനങ്ങളും പരന്ന് കിടക്കുന്ന രൂപത്തിൽ വൃത്തിഹീനമായ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതോ, ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ അവന് തൊട്ടടുത്ത ദിവസം നേരം വെളുത്ത് നീച്ച് നോക്കുമ്പോ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയോടുകൂടെ അടുക്കി വെച്ചിരുന്നു. അത്ഭുതപ്പെട്ടു പോയി. ഇടയ്ക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താ ഇത് സംഭവിച്ചത്? എന്റെ റൂം തന്നെയാണോ ഇത്? അത്രമേൽ മനോഹരമായിട്ടുണ്ടായിരുന്നു ആ റൂം എന്നാ പറയുന്നത്. വണ്ടർഫുൾ. ഓൻ പറയാണ്, ഓനോട് തന്നെ പറയാ. അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് നമ്മളോട് തന്നെ വർത്താനം പറച്ചില്. അതുപോലെ ഓനോട് തന്നെ പറയാ, വണ്ടർഫുൾ, അത്ഭുതമായിരിക്കുന്നു. ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്. എന്റെ റൂം കാണാൻ എന്തൊരു വൃത്തിയാണ്. ടൈഡി എന്ന് പറഞ്ഞാൽ മനോഹരമായത്, നീറ്റ് എന്ന് പറഞ്ഞാൽ വൃത്തി. എന്ത് മനോഹരവും എന്ത് വൃത്തിയുമാണ് ഇപ്പൊ എന്റെ റൂം കാണാന്. ഈ എക്സ്ക്ലൈംഡ്, ഓൻ എന്താവാണ്, ആശ്ചര്യപ്പെട്ടു പോയി എന്നാ പറയുന്നത്. അപ്പൊ ഈ പാരഗ്രാഫിന്റെ അർത്ഥവും നാളെ ആരോ ഒരാൾ എനിക്ക് അർത്ഥം വെച്ച് തരാനുള്ളതാണ്. നോക്കി വെക്കാം ആർക്കായിരിക്കും ആ പാരഗ്രാഫ് കിട്ടുക എന്നുള്ളത്. എല്ലാ പാരഗ്രാഫും എല്ലാ കുട്ടികളും അതിന്റെ അർത്ഥം വെക്കാൻ പഠിക്കണം കേട്ടോ. അടുത്ത ഭാഗം നോക്കി വെക്കാൻ നമുക്ക്. ഇതാണ് റിക്കിയുടെ ആദ്യത്തെ റൂമിന്റെ അവസ്ഥയാണിത്. ആദ്യം ഓന്റെ റൂമിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. രണ്ടാമത് ഓന്റെ റൂമിന്റെ അവസ്ഥ നമ്മളുടെ ബട്ട്ലർ റോബോട്ട് ഒന്ന് ക്ലീൻ ആക്കിയപ്പോ എത്ര സുന്ദരമാണ്. നമ്മളുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമുക്ക് റോബോട്ടൊന്നും വരാനില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഒന്ന് വൃത്തിയാക്കി നോക്കി വെക്കുക. ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കുക വൃത്തിയാക്കുന്നതിന് മുമ്പ്. എന്നിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ അങ്ങനെതാ. കാരണം നമുക്ക് റോബോട്ടൊന്നും വരാനില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് നോക്കി വെക്കാം. അടുത്തൊരു ഭാഗം നോക്കി വെക്കുക. ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ, സത്യത്തിൽ, ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. അത് വളരെ അടിപൊളിയായിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊരു സംഭവം, പ്രശ്നം അവിടെ ഉണ്ടാവുന്നുണ്ട്. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. റിക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് സാധനങ്ങൾ അവിടെ കാണാനില്ല. എന്തൊക്കെയാണ് രണ്ട് സാധനങ്ങൾ? ഒന്ന് ടീഷർട്ടാണ്, പിന്നെ ഒന്ന് എന്താണ്, ഫുട്ബോളാണ്. അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, അത് കാണാനില്ല. മാത്രമല്ല ഫുട്ബോൾ ഉണ്ടായിരുന്നു, അതും കാണാനില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ സാധാരണ നമ്മളൊരു വസ്തു കാണാനില്ലെങ്കിൽ നമ്മൾ ആരെ വിളിക്കുക? ഉമ്മാനെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയെ വിളിക്കും. എന്താ വിളിക്കുക? മാ, വേഴ്സ് മൈ ടീഷർട്ട്. എവിടെ എന്റെ ടീഷർട്ട്? കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, വേഴ്സ് മൈ ബോൾ. എവിടെ എന്റെ പന്ത് എവിടെയാണ്? അതും കാണാനില്ലല്ലോ. ഹീ ഫസ്റ്റേഡ് ഹിസ് മദർ. ഫസ്റ്റേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊയ്രം കെടുത്താന്നൊക്കെ പറയില്ലേ? ഒരു തൊയ്രം തരുന്നില്ല ചെറുക്കം, നമ്മളോട് എപ്പോഴും പറയില്ലേ? അതേപോലെ തന്നെ ഇവൻ എന്താ പറഞ്ഞു, അവന്റെ അമ്മയെ അങ്ങനെ ശല്യപ്പെടുത്തിയും കൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കായാലും ഒരു അടങ്ങാറുണ്ടാവും. അവന്റെ അമ്മയെ അങ്ങനെ ശല്യപ്പെടുത്തുക. ഫുട്ബോൾ കാണാനില്ല, എന്റെ ടീഷർട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിങ്ങനെ തിരയാണ്. പക്ഷെ സാധനം കിട്ടിയില്ല. അപ്പൊ ആ ഒരു പാരഗ്രാഫ് പഠിക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കി വെക്കാം നമുക്ക്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ഓന് ഒരുപാട് സമയം അത് തെരഞ്ഞു. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓനത് തെരഞ്ഞുകൊണ്ട് നടക്കുക, ഓന്റെ ഫുട്ബോളും ടീഷർട്ടും. പക്ഷെ കിട്ടിയോ? കിട്ടിയില്ല. ഓനത് ഒരുപാട് സമയം സെർച്ച് ചെയ്തു, തെരഞ്ഞു. അതിനുശേഷം ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, ഓനോട് തന്നെ ചോദിക്കുകയാണ്, വേർ കുഡ് ദേ ഹാവ് ഗോൺ. എന്നാലും ഇപ്പൊ എവിടേക്കപ്പം അത് പോയത്? നമ്മളും ചോദിക്കലില്ലേ? നമ്മളെ സ്കൂളത്തെ ഒരു പുസ്തകം, ഏതെങ്കിലും നോട്ട് പുസ്തകം ചിലപ്പോൾ അപ്പൊ എഴുതിയും കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ കുറെ പിന്നെ എവിടേക്കെങ്കിലും ഒന്ന് പോയി തിരിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ കാണാണ്ടാവില്ല. കുറേ തെരഞ്ഞു നടക്കും നമ്മള്. ആ സമയത്ത് അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളോട് എന്നാലും ഇപ്പൊ എവിടേക്കപ്പം അത് പോയത്? അതാണ് വേർ കുഡ് ദേ ഹാവ് ഗോൺ. എന്നാലും ഇപ്പൊ എവിടേക്കാ അത് പോയത് അല്ലെ? ചിലപ്പോൾ നമ്മൾ പോക്കറ്റിൽ പേന ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വീട് ഫുള്ള് തെരഞ്ഞു നോക്കും, ബാഗത്തൊക്കെ കൊട്ടി വെക്കും അല്ലേ? അങ്ങനെയൊക്കെ കൊട്ടിയിട്ട് ലാസ്റ്റ് കുറേ അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ തെരഞ്ഞിട്ട് അവസാനം നമ്മൾ പോക്കറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെ എടുക്കും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതേപോലെയാണ് ഇവൻ. എന്താ അതേപോലെ അല്ല കേട്ടോ, ഇവൻ ഒരുപാട് സമയം തെരഞ്ഞു നോക്കിയിട്ടും മോനക്ക് എന്തായില്ല, കിട്ടിയിട്ടില്ല. അപ്പം സ്വയം പറയാ എന്നാലും ഇപ്പൊ എവിടേക്കപ്പം അത് പോയത്? അടുത്ത നോക്കി കേട്ടോ. ഹൗവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിംഗ് ദ ഡേ ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീഅപ്പിയർ. അന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ പകൽ, ദിവസം എന്നർത്ഥമുണ്ട് ഇവിടെ പകൽ. ഒരു പകൽ സമയം അവൻ ഫുൾ സെർച്ച് ചെയ്തിട്ടും ഓന്റെ ആ വസ്ത്രവും ടീഷർട്ടും അതുപോലെ തന്നെ ഫുട്ബോളും എന്തായാലും ഡിഡ് നോട്ട് റീഅപ്പിയർ എന്ന് പറഞ്ഞാൽ അത് വന്നില്ല, അതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. ഇപ്പൊ പ്രാവശ്യം പോയത് എന്താണ്? ടീഷർട്ടും അതേപോലെ തന്നെ പിന്നെ എന്താണ് പോണത്? ഓന്റെ ഫുട്ബോളാണ് പോണത്. ഇതുപോലെ മറ്റുള്ള വസ്തുക്കളിലേക്കും എന്താവാൻ തുടങ്ങി, കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് എന്താണ് അടുത്ത് സംഭവിക്കുന്നത്? അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നോക്കിയേക്കാം. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്.
റിക്കി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, നിർമ്മിച്ചു. എന്ത് നിർമ്മിച്ചു? എ സസ്പീഷ്യസ് ഐ, ഒരു സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായിട്ടുള്ള ഒരു നോട്ടം. അല്ല, റിക്കി അവിടെ ഇങ്ങനെ ഓന്റെ ഇത് തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ റോബോട്ട് അതിന്റെ പണി അവിടെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ റോബോട്ട് പണിയെടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സംശയത്തോടു കൂടെ ആരെ നോക്കുകയാണ്? റോബോട്ടിനെ നോക്കുകയാണ്. ഓൺ ദ ഗ്ലീമിങ് ബട്ട്ലർ റോബോട്ടിനെ സംശയാസ്പദമായിട്ട് ഓൻ ഇങ്ങനെ നോക്കുക. ഗ്ലീമിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന, വളരെ മനോഹരമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമൊക്കെയാണ്. അപ്പൊ ആ റോബോട്ടിനെ വന്നിട്ട് സംശയം, ഈ റോബോട്ട് എങ്ങാനും എൻ്റെ ഇത് കൊണ്ടുപോയോ എന്നുള്ളൊരു സംശയം. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡ് വർക്ക്, അത് അവന്റെ ഹാൻഡ് വർക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓന്റെ കൈപ്പണി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹി തോട്ട്, അവൻ ചിന്തിച്ചു, എന്റെ ഈ രണ്ട് സാധനങ്ങളും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവുക അത് ആ റോബോട്ട് തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൌണ്ട് ദ ഹൗസ്. അവൻ എന്ത് ചെയ്യാണെന്നറിയോ? ഇതിന്റെ പിന്നാലെ, സ്പൈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ നടക്കുക, രഹസ്യമായിട്ട് ചാരന്മാർ ചെയ്യണ പണി ഉണ്ടല്ലോ, രഹസ്യമായിട്ട് എന്താവാണ് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. സ്പൈ ഓൺ ദ റോബോട്ടിന്റെ പിന്നാലെ എന്താവുക, ഒച്ച ഉണ്ടാക്കാതെ പോയിട്ട് അതിനെ നോക്കുക. ആൻഡ് ബിഗാൻ ഫോളോയിങ്, അതിനെ ഫോളോ ചെയ്യുക. ഇറ്റ് അറൌണ്ട് ദ ഹൗസ്, വീടിന്റെ ചുറ്റുഭാഗത്തും അത് ഏത് കൂടെ ഒക്കെ പോകുന്നുണ്ടോ, അത് എന്തൊക്കെ ജോലി എടുക്കുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ടോ ഫൈനലി, പെട്ടെന്ന് അല്ലെങ്കിൽ അവസാനം, ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്. അപ്പൊ ഇങ്ങനെ പിന്നാലെ നടന്നു നോക്കുമ്പോൾ എന്താ സംഭവിക്കണത് എന്നറിയോ? ഫൈനലി അവസാനം ഹി കോട്ട്, അവൻ പിടിച്ചു, ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു പണി ചെയ്യുന്നത് ആരെന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുകയാണ്. ഇവനക്ക് മനസ്സിലാവാൻ തുടങ്ങുക. എന്താ കാരണം എന്നറിയോ? വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്, ഓന്റെ നിലത്ത് കിടക്കുന്ന ഒരു തുണി ഇങ്ങനെ മെല്ലെ എടുക്കുന്നുണ്ട്. ആര്? നമ്മളുടെ റോബോട്ട് മെല്ലെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ഇത് എവിടുക്കാപ്പോ ഇത് കൊണ്ടുപോകണം? അപ്പോൾ വെച്ചോ അവിടെ നിൽക്കടാന്ന് പറഞ്ഞ് മുന്നിക്ക് ചാടിയല്ലോന്. കാരണം അത് ചാടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. റോബോട്ട് അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടും. പക്ഷെ ഇവനക്ക് അറിയണം എന്താണ് നമ്മളുടെ റോബോട്ട് ഇത് കാട്ടുന്നത്. ഇതിന്റെ തുണി ഇങ്ങനെ മടക്കി വെക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. എന്നിട്ടോ അത് സംഭവിക്കാൻ നോക്കട്ടോ, ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പിന്നിൽ ഇങ്ങനെ, അല്ലെ, മുന്നിൽ റോബോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ, അവന്റെ തുണിയും പിടിച്ചിട്ട് പിന്നിൽ ഇവൻ ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുകയാണ്, മന്ദം നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. അപ്പൊ ഇത് അവിടുന്ന് ആ ഡ്രസ്സ് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് വളരെ നീറ്റായിട്ട് ആ ക്ലോത്ത് ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി വെക്കണതാണ് അവൻ ആദ്യം കണ്ടത്. പക്ഷെ ഇത് എവിടുക്ക അത് കൊണ്ടുപോയി വെക്കണത്? അത് എവിടുക്ക കൊണ്ടുപോയി വെക്കണത്? വീണ്ടും പോകാൻ എന്താവാണ്, പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടോ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്, ഒരു ഭാഗത്ത് ക്ലോത്ത് ഇങ്ങനെ, പൈൽ എന്ന് പറഞ്ഞ ഒരു കൂമ്പാരം, ഒരു ക്ലോത്തിന്റെ കൂമ്പാരം ഇങ്ങനെ, അതാ റോബോട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ക്ലോത്ത് പിടിച്ചിട്ട്. അതിനുശേഷം കുറച്ചാണ് ദൂരത്തേക്ക് എത്തിയപ്പോ അവിടെ ഉണ്ട്, എവിടെ എത്തിക്കണം നോക്കിക്കോട്ടോ, സ്റ്റോർ റൂം. ഇൻ ദ സ്റ്റോർ റൂം, സ്റ്റോർ റൂമിക്കാണ് ആര് പോണത്? ഡ്രസ് കൊണ്ട് പോണത്, നമ്മളുടെ റോബോട്ട് പോണത് സ്റ്റോർ റൂമിക്കാ ഡ്രസ് കൊണ്ട് പോണത്. അങ്ങനെ സ്റ്റോർ റൂമിക്ക് പോയിട്ട് അവിടെ നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു ഡ്രസ്സിന്റെ കൂമ്പാരം തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ മേലക്കാണ് നേരെ ഈ മടക്കി വെച്ച തുണി നേരെ എന്തായത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇവനക്ക് മനസ്സിലായി, എന്റെ ടീഷർട്ടും ഫുട്ബോളൊക്കെ എവിടെ ഉണ്ടാവും? ഈ സ്റ്റോർ റൂമിൽ തെരഞ്ഞാല് അവിടെ കിടക്കുന്നുണ്ടാവും. സ്റ്റോർ റൂമിൽ ആരെങ്കിലും ഡ്രസ്സ് കൊണ്ടുപോയിക്കോ? ഇല്ല. സ്റ്റോർ റൂമിൽ ഡ്രസ്സ് കൊണ്ടുപോയിക്കൂലല്ലോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിക്കലുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഒന്നും തെരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന്റെ ആ മനോഹരമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീഷർട്ടൊക്കെ എവിടെ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. ഈ പറയപ്പെടുന്ന സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിയേക്കാം. ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരന്റ്സ്. ഇത് കണ്ടതോടുകൂടെ ഓൻ എന്തായി, നേരെ അവന്റെ പാരന്റ്സിന്റെ അടുത്ത് ഓടിച്ചെന്നു. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. ഓൻ അച്ഛനോട് പറയാണ്, അച്ഛാ ഈ റോബോട്ട് ഫോൾട്ടിയാണ്, നല്ലതല്ല, ചീത്തയാണ്. മാത്രല്ല ഇതിന്റെ എല്ലാ വസ്തുക്കളും കൊണ്ടുപോയിട്ട് കളയുകയാണ്. അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് ഇതിനെ പ്രോഗ്രാം, ഇത് കാരണം മെഷീനാണല്ലോ, മെഷീന്റെ ഉള്ളിൽ അയറ്റകൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുക? അയറ്റകൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പ്രോഗ്രാമിനനുസരിച്ചിട്ട് അയറ്റകൾ ഇങ്ങനെ പ്രവർത്തിക്കുക ചെയ്യുക. പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി എന്നാ പറഞ്ഞിരിക്കണം. അതിന്റെ പ്രോഗ്രാം, ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. നമുക്ക് അതിനെ ഇവിടുന്ന് പറഞ്ഞേക്കാം, നമുക്ക് എന്ത് വേണ്ട, ഈ റോബോട്ടിനെ നമ്മുടെ വീട്ടിൽ വേണ്ട എന്നാണ് അവൻ പറയുന്നത്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ റോബോട്ടിക്സ്. പക്ഷെ അവന്റെ അച്ഛൻ എന്താ ഒരു മുമ്പിൽ വരുന്നുണ്ട് അല്ലെ, അബ്സല്യൂട്ട്ലി നോട്ട്. അവന്റെ അച്ഛൻ പറയാണെന്ത്, അബ്സല്യൂട്ട്ലി നോട്ട്, ഇത് അങ്ങനെ പറയരുത്, ഇത് പറഞ്ഞത് ശരിയല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഒരിക്കലുമല്ല. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഫാദറിന്റെ തല ഇങ്ങനെ ആട്ടിയും കൊണ്ട് എന്താവാണ് പറയാണ്, ഇത് പറഞ്ഞത് ശരിയല്ല. അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, അച്ഛന് നല്ലപോലെ അറിയാം. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അച്ഛന് റോബോട്ടുകളെ പറ്റിയിട്ട് നല്ലപോലെ അറിയുന്ന ആളാണ്. റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു പഠനം, റോബോട്ടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പഠനം. ആ പഠനത്തിൽ എക്സ്പേർട്ടാണ് ആര്? ഈ അച്ഛൻ എന്ന് പറയുന്നത്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ
ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അയാളെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയോ, ഇതുപോലെ റോബോട്ടിനെ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വല്ലാതെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ആര് എന്ന് പറയുന്നത്, ഫാദർ. അങ്ങനത്തോടത്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വളരെ ഉഷാറായിട്ട് അങ്ങനെ അഭിനന്ദിക്കാൻ നിൽക്കുകയാണ് ആരെ, റോബോട്ടിനെ. അപ്പോഴാണ് ഇയാൾ മണ്ടി വരുന്നത്, ആര്, റിക്കി ഓടി വരുന്നത്. അച്ഛ അത് ശരിയാവൂല, ഇത് നല്ലതൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അച്ഛന് ഒരിക്കലും അതിനെ അംഗീകരിച്ചെടുത്തില്ല, തല കുലുക്കിയും കൊണ്ട് പറഞ്ഞു ഈ പറയുന്നത് ശരിയല്ല, അത് നല്ല റോബോട്ടാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ റിക്കി വിട്ടെടുത്തോ, ഇല്ല. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റൈനേറ്റ്. റിക്ക് എന്തായി, അതിനെ എതിർത്തും കൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു അച്ഛനോട്. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം, എനിക്ക് ഇതിനെ ഇവിടെ വെക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അച്ഛനും മകനും ശക്തമായ ചൂടേറിയ സംവാദങ്ങളിലേക്ക് ഏർപ്പെടാൻ പോവാണ്, ശക്തമായ സംഭാഷണങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. എന്താണ് അവർ തമ്മിലുണ്ടായ സംഭാഷണം? ഫാദർ പറയാണ്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്ന് പറയുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള മനോഹരമായ അത്ഭുതം നിറഞ്ഞ ഒരു ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഇതൊന്ന് നോക്കിയേക്കാ എന്തൊക്കെ പണികളാണ് അത് ചെയ്യണത് എന്ന് അച്ഛൻ പറയാണ്. ഇജ അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? എന്നെക്കാൾ എത്രയോ ഉഷാറല്ലേ ആ റോബോട്ട്, എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണത് എന്നാണ് ഇപ്പൊ അതിന്റെ അർത്ഥം. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നണില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അത് ചീത്ത പ്രവർത്തനമാണ് കൂടുതൽ ചെയ്യണത്. ഏതിനേക്കാൾ? നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണതിനേക്കാൾ കൂടുതലായിട്ട് അത് ചീത്ത പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. അപ്പൊ അച്ഛൻ പറയാണ്, യു ആർ റോങ്. ഇജ് പറഞ്ഞതാണ് ഇത് തെറ്റ്. യു ആർ റോങ്. ഇജ് പറഞ്ഞത് തെറ്റാണ്. റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. എനക്ക് ഇപ്പോഴും അറിയില്ല, ഇത് ചെറിയ കുട്ടിയല്ലേ, എനക്കറിയോ ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് എനക്കറിയോ? അച്ഛൻ ചോദിക്കുകയാണ്. ആ സമയത്ത് റിക്കി പറയാണ്, ഐ കാണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളോട് പറയുന്നതിനോട് യോജിപ്പില്ല. അതിനുശേഷം ഒരു ഭീഷണ സ്വരം ആ ഡയലോഗിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. നോക്കിയൊക്കെ നമുക്ക്. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഒരു റോബോട്ട് ഭാവിയിൽ നമുക്ക് വലിയൊരു പ്രശ്നമായി തീരും. എപ്പോ? ഒരു റോബോട്ടിനെ നല്ല പോലെ പ്രോഗ്രാം ചെയ്ത് ഇറക്കിയിട്ടില്ല എങ്കിൽ ആ റോബോട്ട് ഭാവിയിൽ നമുക്ക് വലിയൊരു പ്രയാസം സൃഷ്ടിക്കും അച്ഛാ എന്നാണ് അവസാനം ആര് പറയുന്നത്, റിക്കി പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് നോക്കാം. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇതിന്റെ അർത്ഥങ്ങൾ ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം. എവിടെ നമ്മളെ സിനാനൊക്കെ ഉണ്ട്, കഥ ഇങ്ങനെ മൂർച്ഛിച്ച് വരുന്ന സമയത്ത് ക്ലാസ്സിന്റെ ഒരു മൂലക്കെന്ന് കേൾക്ക, ഒരു കൂർക്കമ്പലിയൊക്കെ അല്ലെ. അപ്പൊ നമ്മളൊരു പടക്കങ്ങളൊക്കെ പൊട്ടിക്കണ പോലെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയാളെ നീപ്പിച്ചലാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കൽ കൂടി പഠിക്കാനുള്ള അവസരമാണ്. അങ്ങനെ ആരും ഉണ്ടാകരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഒന്നുകൂടി ഉഷാറായിട്ടൊക്കെ നമുക്ക് പഠിക്കണം. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ശരിക്കും ഒറ്റക്ക് ടീച്ചർമാർ അർത്ഥം വെച്ച് പരീക്ഷക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചർമാർ അർത്ഥം വെച്ച് തരുന്നുണ്ടോ അല്ലേ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ചോദ്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് എട്ടുക്കെത്തിയാൽ പിന്നെ എന്തായാലും അർത്ഥം വെച്ച് തരൂല. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന രൂപത്തേക്ക് നമുക്ക് മാറണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ അർത്ഥം വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതിന്റെ ആശയങ്ങൾ ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോട്ടൽ ആ വരി വായിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അന്തത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ. തീവ്രമായ പരിശ്രമത്തിന് നിങ്ങൾ കൂടെ നിൽക്കണം എന്നുള്ളത് കൂടി ഞാൻ എന്താവാണ് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് എന്നാ പറഞ്ഞത്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരന്റ്സ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ് ദാറ്റ് ഔട്ട്വൈഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റിക്കി നിരന്തരം ഓന്റെ പേരൻസിനോട് ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ പേരൻസ് അതിനങ്ങോട്ട് എന്താ ചെയ്യുക, ഇത് പറയുന്ന പോലെ ഒന്നുമല്ല, അതൊക്കെ നല്ല റോബോട്ടാണ്, അത് എത്രമാനം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, എന്തായാലും അന്നേക്കായക്ക് ഉപകാരമുണ്ട് എന്നുള്ള രൂപത്തിലെ പോലെ ഇങ്ങനെ സംസാരിക്കും. റിക്കി ആണെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയൊക്കെ റിക്കി പറയണത് എന്ന് വെച്ചാൽ എന്ത് നല്ല കാര്യമാണ് അത് ചെയ്യണത്, എന്താണ് ഇപ്പൊ ഇത്ര നല്ല കാര്യം, യൂസ്ഫുൾ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത്. വലിയൊരു മെഷീനാണ് കൊടുന്നു വെച്ചു എന്നല്ലാതെ, വലിയ കനമുള്ള കട്ടിയും കനക്കുള്ള ഒരു മെഷീനാണ് കൊടുന്നു വെച്ചു എന്നല്ലാതെ എന്ത് ഉപകാരമുള്ള പ്രവർത്തനമാണ് അത് ചെയ്യണത് എന്നുള്ള രൂപത്തിലേക്കാണ് ആര് സംസാരിക്കുക? നമ്മളുടെ റിക്കി ദേഷ്യത്തോടു കൂടെ സംസാരിക്കാറുള്ളത് പേരൻസിനോട് എന്നുള്ളതാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. വൺ ഡേ. ഇനി നമ്മളുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുക. കഥ അവസാനിക്കാൻ പോവുക. കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തി. വൺ ഡേ. ഇത്രയും നേരം ആര് സംസാരിച്ചിട്ടില്ല? റോബോട്ട് എന്തെങ്കിലും സംസാരിച്ചത് നമ്മൾ കേട്ടോ? ഇല്ല. ഇനി റോബോട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതോടുകൂടെ നമ്മളുടെ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുക. നോക്കിയൊക്കെ നമുക്ക്. വൺ ഡേ. ഒരു ദിവസം ദ റോബോട്ട് ഹൂ വാസ് വിറിങ് ഫാസ്റ്റ് ഹിയർഡ് ദ ബോയ്സ് കംപ്ലൈന്റ്. ഒരു ദിവസം റോബോട്ട് അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. വിറിങ് എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു. ഫാസ്റ്റ് ഹിയർഡ്. അപ്പൊ റോബോട്ട് കേട്ടു. എന്താ കേട്ടത്? ദ ബോയ്സ് കംപ്ലൈന്റ്. ഒരു പ്രാവശ്യം അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഒക്കെ ഈ റോബോട്ടിനെ പറ്റിയിട്ട് കംപ്ലൈന്റ് പറയുന്നത് ആര് കേൾക്കുകയാണ്? ആരാ കേട്ടത്? റോബോട്ട് കേട്ടു. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്. അപ്പൊ ആ സമയത്ത് ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല. റോബോട്ട് നേരെ എന്തായി? അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ എടുത്ത് വെച്ചിരുന്ന ഒരു പെയർ ഷൂസ് അല്ലെ,
രണ്ട് ഷൂസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പെയർ, ഒരു ജോഡിയില്ലേ. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞില്ലേ, ഞാൻ 2 ചെരുപ്പ് വാങ്ങിയത്, ഇതിനെ 2 വാങ്ങിയത് ചോദിച്ചു, നീ കാലും പൊക്കും നീ കാലും പൊക്കും എന്ന് പറയില്ലേ. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചെരുപ്പ് വാങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഉണ്ടാവും, 2 ഉണ്ടാവും. ഇവിടെ ഒരു പെയർ ഷൂസ് എന്ന് പറഞ്ഞാൽ ഓന്റെ ഷൂസ് ഉണ്ടായിരുന്നു, അത് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് റോബോട്ട്, മറ്റേ കയ്യിൽ എന്തുണ്ട്, ക്ലോത്തും ഉണ്ട്. ഇതുമായിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. ഇത് കേട്ടതാ റോബോട്ട്. ഇവന് റിക്കി അമ്മയോട് കംപ്ലൈന്റ് പറയുന്നത് കേട്ടതാണ്. ആ സമയത്ത് നേരെ റോബോട്ട് ചെന്നിട്ട് ഓന്റെ ഷൂസ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്ലോത്തും. ഈ 2 സാധനങ്ങളായിട്ട് നേരെ റിക്കിന്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് പറയാണ്, ഹിയർ സാർ, ഇവിടെ ഉണ്ട്, നിങ്ങളുടെ സാധനം ഇവിടെ ഉണ്ട്, താങ്കളുടെ സാധനം. റിക്കിയോട് പറയാണ്, താങ്കളുടെ സാധനം ഇവിടെ ഉണ്ട്. ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. നിങ്ങൾക്കിത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. റോബോട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളും നിങ്ങളതൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്ന, വെറീഡാകുന്ന, ബോധേഡാകുന്ന, ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് റോബോട്ട് പറയാണ്. സെറ്റ് ദ ബട്ട്ലർ റോബോട്ട് ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. മെറ്റാലിക് വോയിസ് എന്ന് പറഞ്ഞാൽ റോബോട്ടിന്റെ ശബ്ദം മെറ്റാലിക് എന്ന് പറയുന്ന ഒരു വോയിസിലാണ് ഉണ്ടാവുക അല്ലെ, ഒരു പ്രത്യേക സൗണ്ട് അല്ലേ റോബോട്ടിന് ഉണ്ടാവുക. ആ മെറ്റാലിക് വോയിസ് എന്നാ പറയുന്നത് ബട്ട്ലറിന്റെ ആ മെറ്റാലിക് വോയിസിൽ ബട്ട്ലർ ആരോട് പറയാണ്, നിങ്ങൾക്കിത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഷൂസും അതുപോലെ തന്നെ പിന്നെ എന്തും കൊടുക്കുകയാണ്, ഈ ക്ലോത്തും കയ്യിലുണ്ടായിരുന്നത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് റോബോട്ടിനോട് തിരിച്ച് ആര് പറയുന്നുണ്ട്, റോബോട്ടിനോട് തിരിച്ച് റിക്കി പറയാണ്, ഈ could it not sorry how could it not, you thief, you have been nicking my stuff for weeks. എങ്ങനെ എനിക്ക് സങ്കടം ഇല്ലാതിരിക്കുക, തിരിച്ചങ്ങോട്ട് പറയാണ്, എങ്ങനെ എനിക്ക് സങ്കടം ഇല്ലാതിരിക്കുക. അതാ പറഞ്ഞു, ഹൗ കുഡ് ഇറ്റ് നോട്ട്, എനിക്ക് എങ്ങനെ സങ്കടം ഇല്ലാതിരിക്കുക. എന്നിട്ട് പറയാണ്, യു തീഫ്, ഈ ഒരു കള്ളനാണ്. റോബോട്ടിനോട് പറയാ, ഈ ഒരു കള്ളനാണ്. എന്നിട്ട് എന്താ പറയാ, എന്താ കള്ളനാണെന്ന് പറയാണ്, ഈ എന്റെ സാധനങ്ങളൊക്കെ എന്താകുന്നുണ്ട്, ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു ദിവസത്തിനോ അല്ല, ആഴ്ചകളോളം ഇന്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കള്ളനാണ് എന്ന് പറയാണ്. രണ്ട് ഡയലോഗേ നമുക്ക് ആരെ പറ്റി പഠിക്കാനുള്ളൂ എന്നറിയോ, റോബോട്ടിന്റെ 2 ഡയലോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ ആ 2 ഡയലോഗ് കൊണ്ട് നമ്മളുടെ കഥ കംപ്ലീറ്റ് ആ റോബോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യത്തെ ഡയലോഗ് ഇതാണ്, എത്ര സ്മൂത്ത് ആയിട്ടുള്ള ഡയലോഗ് അല്ലേ. റോബോട്ട് പറഞ്ഞത് എന്ത്, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, നിങ്ങൾ ഈ പറയണതൊക്കെ, ഞാൻ ഈ കാണിക്കണതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിച്ചിരുന്നത്, അത് നിങ്ങൾക്കൊരു സങ്കടമുള്ള വാക്കായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്നാണ് ആദ്യം പറഞ്ഞത്. ശരിയല്ലേ. ഇനി ആ സമയത്ത് ഇവന്റെ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നു, ഇല്ല ഇത് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആരെ ശകാരിക്കാണ്, റോബോട്ടിനെ ഷൗട്ട് ചെയ്യാണ് ആര്, റിക്കി എന്ന് പറയുന്ന നമ്മളുടെ കഥാനായകൻ. എന്താണ് അടുത്തത് സംഭവിക്കുന്നത് നോക്കിയോ കേട്ടോ. ആ സമയത്ത് ഈ കള്ളനാണ്, ഈ അങ്ങനെയാണ്, ഇതിന്റെ സാധനങ്ങളൊക്കെ ആഴ്ചകളോളം ഈ കൊണ്ടുപോയി എടുത്തു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ തിരിച്ച് നമ്മളുടെ റോബോട്ട് ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗോട് കൂടെ നമ്മളുടെ ഈ ഒരു കഥ ഫുൾ ടേൺ ചെയ്യാൻ പോവാണ്. നോക്കിയൊക്കെ എന്താണ് ആ ഡയലോഗ് എന്നുള്ളത്. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ കാണുന്നത് അന്റെ എല്ലാ വസ്തുക്കളും നിലത്തു കൂടെ ഇങ്ങനെ സ്കാറ്റേർഡ്, ചിന്നിച്ചെതിരി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്താ പറഞ്ഞത്, ഐ ഹാഡ് സീൻ, ഞാൻ കാണുന്നത്, യുവർ തിങ്സ്, നിന്റെ സാധനങ്ങളൊക്കെ, നിന്റെ വസ്തുക്കളൊക്കെ, ലേയിങ്, കിടക്കുന്നത്, എങ്ങനെ കിടക്കുന്നത്, സ്കാറ്റേർഡ്, ചിന്നിച്ചെതിരിയിട്ടാണ് കിടക്കുന്നത്, ഓൺ ദ ഫ്ലോർ, നിലത്തു കൂടെ. അല്ലാതെ അത് നേരെ കൃത്യമായിട്ടൊന്ന് അടുക്കി വെക്ക്, വൃത്തിയാക്കി വെച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചിന്നിച്ചെതിരെ കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ, ഐ തോട്ട് ദാറ്റ്, ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചിട്ടാ, യു ഡിഡ് നോട്ട് നീഡ് ദം, അനക്കതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്, ഇതൊന്നും എനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എന്നാ ഞാൻ വിചാരിച്ചത്. കാരണം എന്താ, ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മനുഷ്യൻ നേരെ എടുത്തുക്കല് ചെയ്യുക, ആവശ്യമില്ലാത്തതല്ലേ ഇങ്ങനെ വലിച്ചെറിയുക. അപ്പൊ എന്റെ വിചാരം എന്താണ്, ഈ നിലത്തു കൂടെ കിടക്കണതൊക്കെ എനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഐ ആം പ്രോഗ്രാംഡ്, എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്, റോബോട്ടാ പറയണത്. റോബോട്ട് പറയാണ്, എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്, ആവശ്യമില്ലാതെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് കളക്ട് ചെയ്യാനാണ് എൻ്റെ പ്രോഗ്രാം, എന്നെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഈ നിലത്തു കൂടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലേ കരം, അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ നേരെ വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി വെക്കലാണ് ചെയ്യല് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, എന്നെ തള്ളി പറയല്ലേ, ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണ് എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കുന്ന, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നല്ലൊരു മെഷീനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ തള്ളി പറയല്ലേ. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ഈ അതിനെക്കുറിച്ചൊന്ന് അൺഅവെയർ, ബോധവാനാകണം എന്നുള്ള രൂപത്തിൽ പറയാണ്. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്, കുറച്ചൊരു അഭിമാനത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഇകഴ്ത്തും കൂടിയും ചെയ്യണം അവിടെ. എന്ത്, ഈ എന്റെ സാധനങ്ങളൊന്നും എടുത്തു വെക്കുന്നില്ല, ഇതൊക്കെ പരത്തി വലിച്ചെറിയാണ് എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. ഇവിടെ കുറച്ച് അഭിമാനത്തോടു കൂടെ എന്താവാണ്, റോബോട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ റിക്കി തിരിച്ചെന്ത് മറുപടി പറയും എന്നുള്ളതാ. റിക്കിക്ക് മറുപടി പറയാൻ ഒന്നുമില്ല. റിക്കിക്ക് എന്താ മറുപടി പറയാനുള്ളത്,
റോബോട്ട് എന്താ പറഞ്ഞത്? നിലത്ത് കൂടെ കിടക്കുന്ന സാധനമല്ലേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഈ നേരം പോലെ കബോർഡിൽ മടക്കി വെച്ച ഏതെങ്കിലും ഒരു സാധനം ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടുക്കണോ? അപ്പൊ റിക്കിക്ക് എന്തില്ല, മറുപടികളൊന്നും പറയാനില്ല. റിക്കി വാസ് അഷൈംഡ്. റിക്കി നാണം കെട്ടുപോയി, അല്ലെ, മുഖം താഴ്ത്തിപ്പോയി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. ഞാൻ ഇത്രയും കാലം എൻ്റെ എല്ലാ വസ്തുക്കളും യൂസ്ലെസ് ആയിട്ട്, ഒരു ഉപകാരമില്ലാത്ത രൂപത്തിൽ, അല്ലെ, കൃത്യമായിട്ടൊന്നും എടുത്തു വെക്കാതെ വളരെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാണല്ലോ ചെയ്തിരുന്നത്. ഓൻ ചിന്തിക്കുകയാണ്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവന്റെ വസ്തുക്കളിലൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ലല്ലോ. യെറ്റ് there were many people in the world who would have been delighted to have Ricky's things. റിക്കിയുടെ വസ്തുക്കളില്, അല്ലെ, റിക്കിയുടെ ആ സാധനങ്ങളില് എത്രയോ ലോകത്തുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ നമ്മളുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അവൻ അലക്ഷ്യമായി വലിച്ചെറിയുന്ന വസ്ത്രങ്ങൾ, അലക്ഷ്യമായി വലിച്ചെറിയുന്ന കാൽപന്ത് കളിക്കാൻ ഉപയോഗിക്കുന്ന പന്തുകൾ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന പന്തുകൾ എല്ലാം മോൻ അലക്ഷ്യമായി വലിച്ചെറിയാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്, അല്ലെ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതുമ്പോൾ എഴുത്തിന്റെ വലിപ്പം ചെറുതാക്കിയവർ നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതായത് കാരണമല്ല അവർ എഴുത്തിന്റെ വലിപ്പം ചെറുതാക്കിയത്. പിന്നെ എന്തുകൊണ്ടാണ്? അവരുടെ പുസ്തകം വളരെ പെട്ടെന്ന് തീർന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ടായിരുന്നു അവർ അവരുടെ എഴുത്തിന്റെ വലിപ്പം ചെറുതാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ? എന്താ അങ്ങനെ ചെറുതാക്കാൻ കാരണം? പുസ്തകം അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയാൽ, ഈ പുസ്തകം തീർന്നാൽ നാളെ അമ്മയോട് അച്ഛനോട് ഞാൻ പണം ചോദിക്കുമ്പോൾ അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയാണ് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ വലിപ്പം കുറച്ചത് എന്നുള്ളതാണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മളുടെ അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. അവരൊക്കെ കാണാൻ, അവരൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നോക്കിയാൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. ആ സാധനങ്ങളെ പോലെ കയ്യിലാക്കി കിട്ടണമെങ്കിൽ, ഞാനിങ്ങനെ വലിച്ചെറിയുന്ന ആ വസ്തുക്കളൊക്കെ അവരുടെ കയ്യിലാക്കി കിട്ടണമെങ്കിൽ അവരൊക്കെ അത് വളരെ അടിപൊളിയായിട്ട്, വളരെ ഉഷാറായിട്ട്, അല്ലെ, പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുമായിരുന്നു എന്നാ പറയുന്നത്. ഹി റിയലൈസ്ഡ്, ഓൻ തിരിച്ചറിഞ്ഞു, റിക്കി തിരിച്ചറിഞ്ഞു, ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. ഈ പറയപ്പെടുന്ന നമ്മളുടെ റോബോട്ട് അതെന്തല്ല, നെയ്തർ ബ്രോക്കൺ, ഒരു പൊട്ട റോബോട്ട് അല്ല, പിന്നെ എന്തുമല്ല, മിസ്പ്രോഗ്രാംഡ്, മോശം ആയിട്ട് പ്രോഗ്രാം ചെയ്ത റോബോട്ടുമല്ല. കാരണം രണ്ട് ഡയലോഗ് കണ്ട് റിക്കി ആകുന്ന എന്റെ മനസ്സിലെ കോലിളക്കം സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? ഈ റോബോട്ടിന് സാധിച്ചു. റേദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. വളരെ മനോഹരമായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു റോബോട്ടാണത് എന്നുള്ളത് ആര് തിരിച്ചറിയാണ്? ഈ പറയപ്പെടുന്ന റിക്കി അത് തിരിച്ചറിയാണ്. നമ്മുടെ കഥയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. സിൻസ് ദെൻ റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇതോടുകൂടെ റിക്കി എന്ത് ചിന്തിക്കുകയാണെന്ന് അറിയോ? ഒന്ന് വളരെ നല്ല ഒരു മാക്സിമം, നേരത്തെ പറഞ്ഞെന്താ, ആ റോബോട്ട് എങ്ങനത്തതാണ്? മാക്സിമം എഫിഷ്യൻസി മെഷീൻ ആണ് എന്നാ പറഞ്ഞത്. ഇവിടെ അവൻ എന്താവാണ്? റോബോട്ടിനെ പോലെ തന്നെ മാക്സിമം എഫിഷ്യൻസി ബോയ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോയ് എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ആൺകുട്ടിയാകാൻ ഇവൻ തീരുമാനിക്കും. അവൻ ആൺകുട്ടി തന്നെ കേട്ടോ, ആൺകുട്ടിയാവാൻ തീരുമാനിക്കല്ല, നല്ല ആൺകുട്ടിയാകാൻ അവൻ എന്താവാണ് തീരുമാനിക്കുക. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ എന്താവാണ്? നല്ല ശ്രദ്ധ കൊടുക്കുകയാണ്. എന്റെ വസ്തുക്കൾക്ക് എങ്ങനെ സൂക്ഷിക്കണം, എവിടെ എടുത്തു വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല ബോധവാനാവുകയാണ്. He kept them tidy and made sure he did not have more than what was necessary. Important point. He kept them tidy. ഓൻ അവന്റെ വസ്തുക്കളൊക്കെ നല്ല നിലക്ക് ഭംഗിയായിട്ട് തന്നെ അവൻ അടുക്കി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യലും തുടങ്ങി. ആൻഡ് മെയ്ഡ് ഷുവർ, അവൻ ഉറപ്പുവരുത്താൻ തുടങ്ങി. എന്താ ഉറപ്പുവരുത്തുന്നത് അറിയോ? ഹി ഡിഡ് നോട്ട് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. എനിക്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ എൻ്റെ അടുത്ത് ഉണ്ടോ എന്നും അങ്ങനെ ആലോചിക്കും. ഒക്കെ ആവശ്യമുള്ളത് തന്നെയല്ലോ എൻ്റെ അടുത്ത്, അനാവശ്യമായിട്ട് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാകരുത്, എനിക്ക് വേണ്ടത് മതി. എന്തിനാ കുറെ അനാവശ്യമായിട്ട് അതായി കുടിയും വലിച്ചെറിയാൻ വേണ്ടിയിട്ട്? വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി എൻ്റെ അടുത്ത്, ബാക്കിയൊക്കെ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഒരു റോബോട്ടിന്റെ രണ്ട് ഡയലോഗ് കൊണ്ട് റിക്കിക്ക് വന്ന മാറ്റങ്ങൾ എത്രമാത്രം വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അതിനുശേഷം എന്താ സംഭവിക്കണേ? ഹി കെപ്റ്റ് ദം ടൈഡി, ആയി പറഞ്ഞു അല്ലെ. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. റോബോട്ടിന്റെ പുസ്തകത്തിൽ നിന്നൊരു ഇല അവൻ പറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? റോബോട്ടിന് ബുക്ക് ഉണ്ടോ? ആ ബുക്കിന്റെ ഉള്ളിൽ ഇല ഉണ്ടോ? അതൊന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? റോബോട്ട് അവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു, ആ പാഠം അവൻ ഉൾക്കൊണ്ടു എന്നുള്ളത്. അവിടെ റിക്കിന്റെ ഒരു നല്ല മൈൻഡും കൂടി ഉണ്ട്. ഒരു മെഷീന് ഒരാളെ ഒരു സ്വഭാവമൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അഹങ്കാരം കാരണം അവനെ തള്ളി പറയൊക്കെ വേണ്ടിയിരുന്നത്. ഇവൻ ആദ്യം തള്ളി പറഞ്ഞിരുന്നെങ്കിലും ഓന്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു അല്ലെ, മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവിടെ റിക്കിയുടെ ഏറ്റവും നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത് ഈ ഒരു കഥയിൽ. നോക്കിയൊക്കെ അടുത്ത ഭാഗം, ലാസ്റ്റത്തെ വരി. വിത്ത് ഹിസ് പോക്കറ്റ് മണി
റിക്കി വലിയ വീട്ടിലത്തെ കുട്ടിയാണ്, നമ്മൾ പറഞ്ഞല്ലോ, സ്കൂൾക്ക് പോകുന്ന സമയത്തൊക്കെ അവൻ്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോളുണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ കൊടുക്കും അല്ലെ. ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ, അവന്റെ കൂട്ടുകാരന്മാരൊക്കെ, പീപ്പിൾ ജനങ്ങളെ സഹായിക്കാൻ ആരംഭിച്ചു ആ പൈസ കൊണ്ട്. ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള, ഓനിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതുകൊണ്ട് വാങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ തെരുവോരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൈ നീട്ടും. ഇത്രകാലം റിക്കി അവരൊക്കെ കാണലൊക്കെ ഉണ്ടായിരുന്നു, റോട്ടിലൂടെ ഇങ്ങനെ പോണ സമയത്ത് കാണലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റിക്കി ഓന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കൂലായിരുന്നു. ഓൻ തന്നെ എടുക്കുമായിരുന്നു. ഓൻ്റെ എന്തെങ്കിലും മുട്ടായികൾ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ മാത്രമായിട്ട് ഓനത് മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഓന്റെ കയ്യിലുള്ള ആ പൈസ ആ വിശക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. ആ വിശക്കുന്ന ആളുകളുടെ കൈകൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പൈസയുമായിട്ട് അതിങ്ങനെ ആകാശത്തേക്ക് ഉയരും. ആകാശത്തേക്ക് ഉയർന്നിട്ട് അവനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവൻ ദൂരെ നിന്ന് മാറി നിന്ന് കാണും. അതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്നും തിരിച്ചറിയാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരന്മാർക്ക്, അവന്റെ കൂട്ടുകാരികൾക്ക്, അവന് പാവപ്പെട്ട കൂട്ടുകാരികളാണെങ്കിൽ അവൻ അവരോട് ചെന്ന് പറയും, ഈ എഴുത്തിന്റെ വലിപ്പം ചെറുതാക്കൊന്നും വേണ്ടട്ടോ, ഈ നല്ല ഉഷാറായിട്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഏതാണോ ആ ഹാൻഡ് റൈറ്റിംഗ് തന്നെ എഴുതിക്കോ, വളരെ അടിപൊളിയായിട്ട് എഴുതി പഠിച്ചോ, എഴുതാന് ഒരിക്കലും മടി കാണിക്കണ്ട, വളരെ ഉഷാറായിട്ട് തന്നെ എഴുതിക്കോ, എനിക്ക് ഗ്യാപ്പ് ഇട്ട് എഴുതാൻ പുതിയാവണുണ്ടോ, ഈ അങ്ങനെ എഴുതിക്കട്ടോ, പുസ്തകം തീരുമെന്ന് പേടിച്ചുകൊണ്ട് ഈ എഴുതാതിരിക്കരുത്, അനക്കടുത്ത ഇതിനേക്കാൾ, ഈ ഇപ്പൊ എഴുതുന്ന ഈ പുസ്തകത്തെക്കാൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുസ്തകം അനക്ക് ഞാനിതാ വാങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ അത് വെറുതെ പറയണതല്ല, എന്റെ ബാഗിക്ക് വന്ന് നോക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉഷാറായിട്ട് അവന്റെ കയ്യിൽ കിട്ടുന്ന പോക്കറ്റ് മണി ഓന്റെ അച്ഛൻ ഓനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കണതാ. പക്ഷെ അത് ഓൻ പോലും ചെലവാക്കാതെ ബാക്കിയുള്ള ജനങ്ങളെ സഹായിക്കാൻ മാത്രം അവന്റെ മനസ്സ് വളർന്നു എന്നുള്ളതാണ് നമ്മളുടെ കഥ. ഇതൊക്കെയാണ് നമ്മളുടെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ. ശരിക്കും പഠിക്കുക. ഞാൻ നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിക്കുമ്പോൾ എല്ലാ പാരഗ്രാഫുകളും കൃത്യമായിട്ട് നിങ്ങൾ അർത്ഥം വെക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമുക്ക് ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ കിട്ടണം എന്നൊന്നുമില്ല, ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയൂ, ഒരു ലൈന് വായിച്ചാൽ, ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, അതിന്റെ ആശയം ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. കാരണം 8ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അർത്ഥം വെച്ച് തരൂല ടീച്ചർമാർ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ. ആ പേപ്പറാണ് തരും, പോലെ അവിടെ ഇരിക്കും, നിങ്ങൾ കോപ്പി അടിക്കണുണ്ടോ നോക്കും. അല്ലാതെ ഇതിങ്ങനെ വായിച്ചു തരേ അർത്ഥം വെച്ച് തരേ ഒന്നുമില്ല. അപ്പം ഇത് അർത്ഥം വെക്കേണ്ട ഉത്തരവാദിത്വം അത് മനസ്സിലാക്കണം. ചോദ്യം വായിച്ച് മനസ്സിലായെങ്കിലല്ലേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ അർത്ഥം വെക്കാൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് നമ്മളുടെ ട്യൂഷൻ സെന്റർ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് എന്താക്കുന്നത്, ഓരോ പാരഗ്രാഫും നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിക്കുന്നത്. അതിന്റെ ഉപയോഗവും ഉപകാരവും നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചറിയുമെന്ന് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. നോക്കാൻ നമുക്ക് നാളെ ആർക്ക് ഏത് പാരഗ്രാഫ് അർത്ഥം വെക്കാൻ കിട്ടുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഏതും ആർക്കും വരാം. അതുകൊണ്ട് എല്ലാ പാരഗ്രാഫും ശരിക്കും അർത്ഥം വെച്ച് പഠിക്കുക. നല്ലപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ബാക്ക് അടിച്ച് കേൾക്കുക, കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇത്രമേൽ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഓൺലൈനായിട്ടും. ഇതൊക്കെ നമ്മൾ എടുത്ത കഥകളാണ്, ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിച്ചതുമാണ്, ഒക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഒരിക്കൽ കൂടി നിങ്ങളത് അർത്ഥം വെച്ച് പഠിക്കട്ടെ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളിതിന്റെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ലാസ്സിൽ. എന്തായാലും നല്ലപോലെ പഠിക്കുക, നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഈ വരുന്ന ഓണപരീക്ഷക്കൊക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്.